ചെവി നോക്കട്ടെ. ഉപ്പ ഇവനക്കൊരു ഡൗട്ട്. ഇവനക്ക് ഞാൻ മൂക്കി ചീനിട്ടപ്പോ ഇവിടെ ചെവി ഇങ്ങനെ അടിയുന്നുണ്ട്. ആണോ? നമ്മുടെ മൂക്കുണ്ടല്ലോ, നമ്മുടെ മൂക്കിന്റെ ഏറ്റവും ബാക്കില് ഒരു പൈപ്പ് നമ്മുടെ ചെവിയിലേക്ക് തലയോട്ടിൻ്റെ ഉള്ളിലൂടെ പോകുന്നുണ്ട്. നമ്മൾ മൂക്ക് ചീറ്റുന്ന സമയത്ത് ഈ പൈപ്പിലൂടെ കാറ്റ് നമ്മുടെ ചെവിയിലോട്ട് പോകും. നല്ല ഫോഴ്സിൽ കാറ്റ് ചെവിയിൽ എത്തുമ്പോഴാണ് നമുക്ക് ചെവി അടഞ്ഞ പോലെ തോന്നുന്നത്. അപ്പൊ ഈ ട്യൂബ് എന്തിനാണെന്നറിയോ? നമ്മുടെ ചെവിയുടെ പാടിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള എയർ ഒരേ പ്രഷറിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ എപ്പോഴും ജലദോഷം വരുന്ന എന്താ കാരണം എന്നറിയോ? ഈ പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പ് നമ്മൾ വലിയ ആളുകളിലൊക്കെ ഇങ്ങനെ കുത്തനെയാണ്. അപ്പൊ പെട്ടെന്ന് മൂക്കിലെ പഴുപ്പൊന്നും ചെവിയിലേക്ക് കയറൂല. പക്ഷെ കുട്ടികളിലും നിങ്ങളെ പ്രായമുള്ളവർക്കൊക്കെ ഈ പൈപ്പ് ഇങ്ങനെ നേരെയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? മൂക്കിൽ ജലദോഷമോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ട്യൂബിലൂടെ കയറിയിട്ട് പെട്ടെന്ന് ചെവിയിലേക്ക് വരും. ചെവി വേദനയും ചെവി അടപ്പൊക്കെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ജലദോഷം വരുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ചീറ്റുമില്ലേ, അങ്ങനെ ചീറ്റാൻ പാടില്ല. അപ്പോൾ നമുക്ക് ജലദോഷത്തിന് കൂടെ ചെവിയിലേക്ക് കൂടി പഴുപ്പ് വരും. നമ്മൾ സൈനസ് എന്ന് പറഞ്ഞാൽ അറിയിക്കണം, അങ്ങോട്ടൊക്കെ പഴുപ്പ് പോകും. അപ്പോൾ ജലദോഷമുള്ള സമയത്ത് ആവി പിടിക്കുക, തുള്ളിമരുന്ന് ഇട്ടിച്ച് മൂക്ക് തുറക്കുക കേട്ടോ. ഓക്കെ, എന്നാൽ ഇനി പോയി കളിച്ചോളൂ.